ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഞാൻ നിങ്ങളോടൊപ്പം സീനത്ത് സലീം ഫ്രം കാലിക്കറ്റ്. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ലാസ്റ്റിലൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ നിരന്തരം ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. അതിൽ വന്നിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചട്ടി നിർമ്മിച്ച് ബിസിനസ്സായിട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് നിന്നും പുതിയ ഐഡിയാസുകൾ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മളുടെ ഐഡിയാസ് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ചില ആളുകൾ പുതുതായിട്ട് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആ ഗ്രൂപ്പിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാനായിട്ട് 2 കക്ഷികൾ വന്നിട്ടുണ്ട്. ഇത് ജുബ്ബ ഇട്ടത് നമ്മുടെ ശ്രീജേട്ടനാണ് കേട്ടോ. നമ്മുടെ ചട്ടിയുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നില്ലേ, അതും അദ്ദേഹത്തിൻ്റെ വീഡിയോ ആയിരുന്നു. അതിലൂടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ആലോചിച്ചതും ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്നൊക്കെ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങളെ കാണാനായിട്ട് ഒരാൾ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്നും വന്ന നാസിഹാണ്, മറ്റൊരാൾ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് നിന്നും വന്ന ശ്രീജേഷ് ആയിരുന്നു. അപ്പോൾ രണ്ടാളും ഒരാൾക്ക് കുറേ ഐഡിയാസ് മൂപ്പർക്ക് ഉണ്ടായിരുന്നു. അതായത് ശ്രീജേഷിന് ഒരുപാട് ഐഡിയാസ് ഉള്ള ആളാണ്. പിന്നെ നാസിഹ് പുതുതായിട്ട് ചട്ടി ഉണ്ടാക്കി പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി വന്ന ഒരാളുമായിരുന്നു. അങ്ങനെ നാസിഹ് വന്നപ്പോൾ നാസിഹിന് ചട്ടി എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ നമ്മൾ നേരിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശ്രീജേട്ടൻ്റെ വീട്ടിലേക്കാണ് ആദ്യം തന്നെ നാസിഹ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ശ്രീജേട്ടൻ മൂപ്പർക്ക് ചട്ടി ഉണ്ടാക്കുന്നത് ഫുള്ളായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. 5 ചട്ടിയോളം നാസിഹ് ഉണ്ടാക്കി. അങ്ങനെ ഫുൾ സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം നാട്ടിലേക്ക് പോയി അവിടുന്ന് പിറ്റേ ദിവസം തന്നെ ചട്ടികൾ നിർമ്മിച്ച് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നു. ഇതൊക്കെയാണ് ഞങ്ങളെ ഏറ്റവും വലിയ സന്തോഷം. കാരണം നമ്മുടെ അടുത്ത് ഒരാൾ വരുന്നു, അവർ ഒരു കാര്യം നമ്മളെ അടുത്തുനിന്ന് പഠിക്കുന്നു, അതിൽ അവർ 100% സാറ്റിസ്ഫൈഡ് ആവുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ശ്രീജേഷ് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ശ്രീജേഷിന് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അതായത് സാധാരണ ഒരു ചട്ടിയെ എങ്ങനെ മോഡിഫൈ ചെയ്ത് പുതിയ ഇൻഡോർ പോട്ടുകളാക്കി മാറ്റാമെന്നുള്ളത്, പിന്നെ വേറെയും കുറേ ഇൻഡോർ സ്റ്റാൻഡുകൾ എങ്ങനെ നിർമ്മിക്കാം, പിന്നെ ഔട്ട്ഡോർ ആയിട്ട് സ്റ്റാൻഡുകൾ എങ്ങനെ നിർമ്മിക്കാം, ചെടിച്ചട്ടി വെക്കാനുള്ള സ്റ്റാൻഡാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കുറേ ഐഡിയാസ് ഞങ്ങൾക്ക് നേരിട്ട് ശ്രീജേഷ് പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. അവർ 2 പേരും കിലോമീറ്ററുകൾ താണ്ടി നമ്മളെ തേടി വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഐഡിയാസ് ഞങ്ങൾക്ക് കിട്ടി അവരിൽ നിന്ന്. അതുപോലെ തന്നെ അവർക്ക് ഞങ്ങളിൽ നിന്നും ഒരുപാട് ഐഡിയാസ് കിട്ടി. അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. കാരണം പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് പഠിക്കാൻ പറ്റുക, അറിയാൻ പറ്റുക. കാരണം നമ്മൾ എന്ത് കാര്യങ്ങളും യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അത് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ നേരിട്ട് വന്ന് പല കാര്യങ്ങളും നേരിട്ട് പഠിക്കുക, നേരിട്ട് അറിയുക എന്ന് പറയുന്നത് അത് രണ്ടും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രീജേഷിൽ നിന്ന് പഠിക്കാൻ പറ്റി. ഒരുപാട് നന്ദി, സ്നേഹം ഒക്കെ ശ്രീജേഷിനോട് പറയാണ്. ശ്രീജേഷ് പുതിയ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഒക്കെ കൊടുക്കാം. നിങ്ങൾ ആ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ അദ്ദേഹം ഇട്ടിട്ടുള്ളൂ. പുതിയ പുതിയ വീഡിയോസുകൾ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അദ്ദേഹം ചെയ്ത കുറേ വർക്കുകളുടെ ഫോട്ടോസ് വെച്ചിട്ടൊക്കെയാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, എല്ലാവരും കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അവരുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ശ്രീജേഷ് പഠിപ്പിച്ചു തന്നു. അതായത് ശ്രീജേഷ് ചെയ്ത ചില വർക്കുകൾ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ശ്രീജേഷ് പറഞ്ഞു തന്നു, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ശ്രീജേഷിൻ്റെ ചാനലിലൂടെ അതൊക്കെ കാണാൻ പറ്റും. നമുക്കും അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള
കാര്യങ്ങളൊക്കെ ആയിട്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. കോൾ ചെയ്യരുത്. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിൽ എന്നെ കിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ചെയ്ത വർക്കുകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ പറ്റും. നിങ്ങൾക്കും പുതിയ പുതിയ ഐഡിയാസുകൾ അതിൽ നിന്നും പഠിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ഐഡിയാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ പറയാനുള്ളത്, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഇപ്പോൾ യൂട്യൂബിലൂടെ നമ്മൾ അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഇങ്ങനെ ചില ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോഴും നമ്മളെ അടുത്ത് നേരിട്ട് വരുമ്പോഴും ഒക്കെ ആണ് നമ്മൾ അറിയുന്നത്. അത് എത്രത്തോളം ആളുകളിലേക്ക് അതിൻ്റെ ഒരു ആഴത്തിൽ ഇറങ്ങിച്ചെന്നു എന്നുള്ളത്. കാരണം പല രീതിയിലും നമ്മൾ ചെടിച്ചട്ടികൾ നിർമ്മിക്കാറുണ്ട്, പിന്നെ സ്റ്റാൻഡുകൾ നിർമ്മിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ചിലതൊന്നും നമുക്ക് ചിലപ്പോൾ നമ്മൾ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. പക്ഷേ നമ്മൾ ചെയ്ത രീതികൾ നമ്മൾ അതിൻ്റെ ഫുള്ള് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ചെയ്തത് കൊണ്ടാവാം പല ആളുകൾക്കും അത് ചെയ്ത് നോക്കിയപ്പോൾ അവർക്കും നല്ല പെർഫെക്ഷൻ കിട്ടിയത്. നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറേ പുതിയ ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റുന്നു, നല്ല ഐഡിയാസുകൾ കിട്ടുന്നു. നമുക്കറിയാത്ത പല കാര്യങ്ങളും കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ്, അല്ലേ? കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമ്പോൾ നമുക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്ക് നാസിഹിന് ഇവിടുന്ന് കൊടുത്ത ഒരു ക്ലാസ് നമുക്കൊന്ന് കണ്ടു നോക്കാം, അല്ലേ? ഇത് ശ്രീചേട്ടൻ്റെ മോളാണ് ഇത് ചെയ്ത് ആദ്യം കാണിച്ചു കൊടുക്കുന്നത്. അതായത് നമ്മളിതിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. നമ്മൾ 2 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതായത് പുതുതായിട്ട് ചട്ടികൾ നിർമ്മിക്കണം എന്നൊക്കെ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മളെ കമൻസിലൂടെയും നേരിട്ടും അറിയിച്ചിട്ടുണ്ട്. കുറേ ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ചട്ടികൾ നിർമ്മിച്ചിട്ട് അത് ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും ഒത്തിരി സ്നേഹം, നന്ദി എല്ലാം അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ചട്ടി നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ ഒതുങ്ങി കൂടുന്ന ഒരു ടൈമും കൂടിയാണ്. കുറേ ആളുകളൊക്കെ പുറത്തൊന്നും അങ്ങനെ അധികം ജോലിക്കൊന്നും പോകാൻ പറ്റാതെ, അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു തൊഴിൽ കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ള ആളുകളോടാണ് കേട്ടോ പറയുന്നത്. അതായത് ചട്ടി നിർമ്മിക്കുക എന്നുള്ളത് മാത്രമല്ല, പിന്നെ പെയിൻറ്റിങ് ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പല രീതിയിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കും ആ ഒരു ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ വാട്സപ്പ് മെസ്സേജുകൾ അയച്ചാൽ മതി. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ കൂടി പ്രസ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളോട് ഒരുപാട് പേര് ശ്രീചേട്ടൻ്റെ വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഒരു ചെടിച്ചട്ടി വെക്കുന്ന ഒരു സ്റ്റാൻഡ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മരത്തിൻ്റെ ലുക്കിലുള്ള ഒരു സ്റ്റാൻഡ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലെ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ആ ഒരു വീഡിയോ എന്തായാലും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മറ്റുള്ള വീഡിയോസ് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ആ വീഡിയോയും സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ മറ്റുള്ള വീഡിയോസും നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നാസി ഇവിടെ വന്നിട്ട് 5 ചട്ടികൾ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാസിയുടെ വർക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ
നാസി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ചട്ടി ഉണ്ടാക്കി പഠിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവർ വന്നപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നിങ്ങളിൽ പലരും കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ശ്രീജേട്ടൻ. അപ്പോൾ ഈ ജുബ്ബ ഇട്ടതാണ് നമ്മുടെ ശ്രീജേട്ടൻ. അപ്പോൾ ശ്രീജേട്ടനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി, അതും വലിയൊരു സന്തോഷം. അടുത്തുള്ള വീഡിയോസിലൊക്കെ ശ്രീജേട്ടനെയും ഫാമിലിയെയും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ, അസ്സലാമു അലൈക്കും.